പരീക്ഷാ ക്രമക്കേട് അന്വേഷിക്കാൻ ഡൽഹി പോലീസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് DCPക്കാണ് ചുമതല. സ്പെഷ്യൽ കമ്മീഷണർക്ക് മേൽനോട്ടം. പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ബസന്ത്, എങ്ങനെയാണ് അന്വേഷണം നടക്കുക? അന്വേഷണത്തിന് കാലാവധിയുണ്ടോ? ആരാണ് നേതൃത്വം നൽകുക? വിവരങ്ങൾ. പ്രത്യേക കോടതി രൂപീകരിക്കാനുള്ള പ്രത്യേക അന്വേഷണ സംഘങ്ങൾ ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് അന്വേഷിക്കാനായി ഇപ്പോൾ ഡൽഹി പോലീസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് DCPക്കാണ് ഈ അന്വേഷണത്തിന്റെ ചുമതല. സ്പെഷ്യൽ കമ്മീഷണർ മേൽനോട്ടം വഹിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്. ബസന്ത്, കേൾക്കാമോ? പൊതു പരീക്ഷകൾ ക്രമക്കേട് കാണിക്കുന്നത് തടയുന്നതിനുള്ള 2024 നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസുകൾ അന്വേഷിക്കുക എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ കീഴിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. അത് ഈ അന്വേഷണങ്ങൾ നടത്തുന്നതിന് അതോടൊപ്പം തന്നെ കോടതിയുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് ഏകോപനത്തിനുമാണ് STF രൂപീകരിച്ചിട്ടുള്ളത്. UPSC, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് ആൻഡ് പേഴ്സണൽ സെലക്ഷൻ, മിനിസ്ട്രീസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദർ അറ്റാച്ച്ഡ് ആൻഡ് സബോർഡിനേറ്റ് ഓഫീസേഴ്സ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നിവ നടത്തുന്ന പരീക്ഷകളിലാണ് എന്തെങ്കിലും ക്രമക്കേടിന്റെ ആരോപണം ഉയർത്താൻ അന്വേഷിക്കുന്നതിനായിട്ട് സമിതി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് DCPക്കായിരിക്കും അന്വേഷണ ചുമതല. ഇതിന്റെ മേൽനോട്ടം സ്പെഷ്യൽ കമ്മീഷണർക്കായിരിക്കുമെന്നും ഡൽഹി പോലീസ് അറിയിച്ചു.